ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും ഒരു വർഷം കൂടി ഇവിടെ ഈ കാരിസ് ഭവൻ കൺവെൻഷൻ നടക്കുന്ന ഈ വലിയ മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും ഈ വിശുദ്ധ ബലിയിൽ പങ്കുചേരുവാനും ദൈവം തന്ന ദാനത്തെ ഓർത്ത് ഞാൻ പ്രത്യേകമായി തമ്പുരാന് നന്ദി പറയുകയാണ്. അനീഷച്ചൻ പറഞ്ഞു, ഒത്തിരിയേറെ മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ച് ഞാനിവിടെ വന്നുവെന്ന്. ഒരു പക്ഷേ മറ്റു കാര്യങ്ങളെക്കാളും വിലപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. ദൈവം നമ്മെ പല കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിലേറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായ ഒരു ഉത്തരം കൊടുക്കുവാനുള്ള ഒരു വിളിയാണ് വൈദികൻ്റേത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിവെച്ച് വലുതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ വലിയ കാര്യങ്ങളിൽ പങ്കുചേരുമ്പോൾ കർത്താവിൻ്റെ മഹത്വം ആയിരങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുമ്പോൾ എങ്ങനെ അതിനെ തടസ്സപ്പെടുത്തുവാൻ മാനുഷികമായ രീതിയിൽ നമുക്ക് സാധിക്കും. ആ ഒരു ചിന്ത മാത്രമാണ് ഇന്നെന്നെ ഇവിടെ കൊണ്ടുവന്നത്. ദൈവജനത്തിന് മുമ്പിൽ വചനം പ്രഘോഷിക്കുകയും ദൈവസ്നേഹത്തെപ്പറ്റി തനിക്ക് ആവുന്നിടത്തോളം പറയുകയും ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് ഒരല്പം കൂടി ദൈവജനത്തെ അടുപ്പിക്കുവാനുള്ളൊരു കൃപയാണ് വിശുദ്ധ ബലിയും വചനപ്രഘോഷണവും. പ്രിയമുള്ളവരെ, ഒരു വാഗ്മിയുടെ കഴിവുകളോ അല്ലെങ്കിൽ അതിൻ്റേതായ ദാനങ്ങളോ എനിക്ക് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും തമ്പുരാൻ തന്നിരിക്കുന്ന ചെറിയ ചെറിയ കഴിവുകളെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനമായി പ്രഘോഷിക്കുവാനുള്ള ഒരു ശക്തിയാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ആത്മാഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നിറഞ്ഞ ആ കൃപയ്ക്ക് വേണ്ടി ഇവിടെ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്കും നിങ്ങളോട് സംസാരിക്കുവാനുള്ള അല്പം സ്നേഹം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ ഈ വചനത്തിലൂടെ കടന്നുപോയി നിങ്ങളോടൊപ്പം വിചിന്തനം ചെയ്യുവാനാണ്. അതിന് തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ സ്നേഹത്തെക്കുറിച്ച് ഒത്തിരിയേറെ സംസാരിക്കാറുണ്ട്. ഇന്ന് മോഡേൺ ടെക്നോളജിക്കൽ യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും മറ്റൊരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗിനും ഗുഡ് ഈവനിങ്ങിനും പകരം ആദ്യമായി തന്നെ പറയുന്നത് ഐ ലവ് യു എന്നാണ്. എന്നാൽ പല സൈക്കോളജിസ്റ്റും പല തത്വശാസ്ത്രജ്ഞരും ദൈവശാസ്ത്രജ്ഞർ പോലും പറയുന്നു, ഇന്ന് സ്നേഹത്തിന് മനുഷ്യൻ കൊടുക്കേണ്ട വില കൊടുക്കുന്നില്ല, സ്നേഹം മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന്. സ്നേഹം എന്താണ് എന്ന് കൃത്യമായിട്ട് മനുഷ്യൻ ഇന്ന് മനസ്സിലാകുന്നില്ല എന്ന്. സ്നേഹം എന്ന വാക്കിനെ പോലും നമ്മൾ ഒത്തിരിയേറെ വളച്ചൊടിക്കുന്നു എന്ന്. എന്താണ് ഈ സ്നേഹം? നീ എന്തിനു വേണ്ടിയാണ് മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്നത്? ആർക്കെങ്കിലും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുമോ? എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നത്? സന്യസ്തരും വൈദികരുമായി ഞങ്ങൾ ഓരോരുത്തരും പറയുന്നു, ദൈവത്തെ, ഈശോയെ ഞങ്ങൾ സ്നേഹിക്കുന്നുവെന്ന്. എന്തിനു വേണ്ടിയാണത്? നിന്റെ സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണ് എന്നും അത് എന്തിനു വേണ്ടി എന്നും എന്ന ഒരു ചോദ്യം ഇതുവരെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും, അതെനിക്ക് വേണ്ടി തന്നെയാണ് എന്ന്. ഞാൻ സ്നേഹിക്കുന്നത് എനിക്കൊരല്പം ലാഭേച്ഛ ഉള്ളത് കൊണ്ടാണ് എന്ന്. ഇന്ന് ഒന്നാമത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ വളരെ കൃത്യമായിട്ടും സ്നേഹത്തിൻ്റെ ഭാഷയെ പറ്റിയാണ് നമ്മെ ഓരോരുത്തരെയും പഠിപ്പിച്ചത്. 1 കൊറിന്ത്യർ 13-ാം അധ്യായത്തിൽ ആ അധ്യായം മുഴുവനും സ്നേഹത്തെ പറ്റിയാണ്. ആ സ്നേഹത്തിൻ്റെ വചനങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണുകൾ നിറയണം. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ
ചിലമ്പുന്ന കൈത്താളമോ ആണ് എന്ന്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒരു വലിയ ദൂതാണ് ഇന്ന് പൗലോസ് അപ്പോസ്തലൻ നമുക്ക് ഓരോരുത്തർക്കും തരുന്നത്. സ്നേഹിക്കണം, സ്നേഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പഠിക്കണമെന്ന്. പൗലോസ് അപ്പോസ്തലന്റെ കാലത്ത് സ്നേഹത്തെപ്പറ്റി വളരെ വിപുലമായ വ്യാഖ്യാനങ്ങൾ നടന്നിരുന്നു. പലപ്പോഴും സ്നേഹത്തെപ്പറ്റി മനുഷ്യൻ സംസാരിക്കുമ്പോഴെല്ലാം അവർ ഡിഫൈൻ ചെയ്തിരുന്ന അല്ലെങ്കിൽ നിർവചിച്ചിരുന്ന ഒരു രീതി ഇതായിരുന്നു. സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ കണ്ടെത്തുന്നതിൽ തനിക്ക് ഏറ്റവും നല്ലത് അതിനെ ഇഷ്ടപ്പെടുകയും അതിനോട് കാണിക്കുന്ന പ്രതികരണങ്ങളെയുമാണ് നമ്മൾ സ്നേഹമെന്ന് പറയുന്നത്. എനിക്കെൻ്റെ ഭാര്യയുടെ ചിരി ഒത്തിരി ഇഷ്ടമുണ്ട്. എനിക്കെൻ്റെ ഭർത്താവിൻ്റെ സംസാര രീതികൾ ഒത്തിരി ഇഷ്ടമുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഓടിച്ചാടി നടക്കുന്നത് കാണുവാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. പലപ്പോഴും നമ്മൾ കണ്ടെത്തുന്ന നല്ലതിനെ ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പ്രതികരണങ്ങൾ കാണിക്കുന്നതുമാണ് സ്നേഹമെന്ന് നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇത് സ്നേഹമല്ല, ഇത് വെറും ഇഷ്ടമാണ് എന്ന്. പ്രിയമുള്ളവരെ, പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. നമ്മൾ സ്നേഹത്തെപ്പറ്റി സംസാരിക്കുമ്പോഴെല്ലാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 23 വർഷമായിട്ട് ഞാനൊരു വൈദികനാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. 23 വർഷമായിട്ട് ഞാനൊരു വൈദികനാണ്. MSF സഭാംഗമായി വൈദിക പട്ടം സ്വീകരിച്ചിട്ട് ഇന്ന് 23 വർഷത്തോളമായി. ഈ വൈദിക ജീവിതത്തിനുള്ളിൽ, ഈ 23 വർഷത്തിനുള്ളിൽ തമ്പുരാൻ്റെ കൃപയാൽ ഒത്തിരിയേറെ നല്ല അവസരങ്ങൾ സഭയുടെ ഔദാര്യ മനസ്കത മൂലം എനിക്ക് ലഭിച്ചു. പഠിക്കുവാനും അതുപോലെ തന്നെ എൻ്റെ പഠന സാഹചര്യങ്ങളെ വിലയിരുത്തി പഠിപ്പിക്കുവാനും ഉള്ള ഒത്തിരി അവസരങ്ങൾ സഭ എനിക്ക് തന്നു. വചനപ്രഘോഷണത്തിൽ കരിസ്മാറ്റിക് രീതിയിലല്ല എങ്കിൽ തന്നെയും, വലിയൊരു വാഗ്മി എന്ന് പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല എങ്കിൽ തന്നെയും എനിക്ക് പറയുവാൻ സാധിക്കും, ഒത്തിരിയേറെ ധ്യാനങ്ങൾ വൈദികർക്ക് വേണ്ടിയും സന്യസ്തർക്ക് വേണ്ടിയും അൽമായർക്ക് വേണ്ടിയും യുവജനങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും സെമിനാറുകളും ക്ലാസ്സുകളും ഒക്കെ നടത്തുവാൻ തമ്പുരാൻ എനിക്ക് കൃപ തന്നു. നിങ്ങൾക്കറിയാമോ, ഈ 23 വർഷങ്ങളിലും ഈ വചനം പ്രഘോഷിക്കുകയും ക്ലാസ്സുകൾ എടുക്കുകയും ഈശോയെപ്പറ്റി പ്രഘോഷിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും ഈശോയുടെ സ്നേഹത്തെ പറ്റിയായിരുന്നു. എന്നാൽ ഈ 23 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് എനിക്കിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ ഓരോ സമയത്തും ഈശോയുടെ സ്നേഹത്തെപ്പറ്റി ഞാൻ വളരെ മനോഹരമായി പ്രഘോഷിച്ച അവസരങ്ങളിലെല്ലാം ഞാൻ പ്രഘോഷിച്ചത് മുഴുവനും എൻ്റെ തന്നെ ഇഷ്ടങ്ങളെ പറ്റിയായിരുന്നുവെന്നുള്ള ആ അവബോധം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുകയാണ്. ഇഷ്ടങ്ങളല്ല സ്നേഹമെന്ന് മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ എനിക്ക് സാധിച്ചിട്ടില്ല. ഇന്ന് എൻ്റെ മനസ്സോ എൻ്റെ ജീവിത സാഹചര്യങ്ങളോ അതിനും ഒരു പരിതസ്ഥിതി ഉണ്ടാക്കിയെടുത്തിട്ടില്ല. അതിന് മാത്രം ഞാൻ വളർന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈശോയുടെ സ്നേഹത്തെപ്പറ്റി സുവിശേഷത്തിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും കടന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിലില്ലാത്തത് ഞാൻ പ്രഘോഷിക്കുമ്പോൾ അതില്ലായ്മയായി തമ്പുരാൻ കാണുകയും അതിലൂടെ എൻ്റെ ഇല്ലായ്മയിലേക്ക് തമ്പുരാൻ്റെ കൃപകൾ ഒഴുകുകയും ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇന്ന് സ്നേഹത്തെ പറ്റി തന്നെ സംസാരിക്കുവാൻ പ്രിയമുള്ളവരെ എന്നെ ഒരുക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ഒരല്പം സ്ഥലം ഞാൻ എൻ്റെ ഹൃദയത്തിനുള്ളിൽ തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. ദൈവം കൃപ തോന്നി സ്നേഹിക്കുവാനുള്ളൊരു മനസ്സും ശരിയായ സ്നേഹമെന്തെന്ന് മനസ്സിലാക്കുവാനുള്ള കൃപയും ഈ വചനപ്രഘോഷണത്തിൽ നിങ്ങൾക്കും എനിക്കും തരട്ടെ എന്ന വലിയൊരാഗ്രഹം. പ്രിയമുള്ളവരെ, 1999 ജൂലൈ മാസത്തിൽ എൻ്റെ സഭ എന്നെ അയച്ചതനുസരിച്ച് ഞാൻ ജർമ്മനിയിൽ ഫ്രൈബുർഗിൽ തിയോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കുവാൻ വേണ്ടി പോയി.
അവിടെ ഫ്രൈബുർഗ് യൂണിവേഴ്സിറ്റിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് ജർമ്മൻ ഭാഷ പഠിച്ചതിന് ശേഷം ഞാൻ എൻ്റെ പഠനം ഡോക്ടറേറ്റ് ആരംഭിച്ചു. ഒത്തിരിയേറെ ജർമ്മൻകാർ, യുവാക്കളായ ജർമ്മൻകാരോടൊപ്പം പഠിക്കുവാനുള്ള വലിയൊരു അനുഗ്രഹം എനിക്ക് ലഭിച്ചു. ഒരു പക്ഷേ അവരെക്കാളും 2-3 വയസ്സ് ഞാൻ മൂത്തതായിരുന്നു. ഏതാണ്ട് 30 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ജർമ്മനിക്ക് പോയത്. എന്നോടൊപ്പം പഠിച്ചിരുന്ന യുവാക്കളോടൊപ്പം ഒത്തിരിയേറെ സംസാരിക്കുവാനും അവരോടൊപ്പം സമയം ചിലവഴിക്കുവാനും ഒത്തിരി അവസരങ്ങൾ എനിക്കുണ്ടായി. ഗ്രൂപ്പ് ഡിസ്കഷൻസും ക്ലാസ്സിൻ്റെ കാര്യങ്ങളെപ്പറ്റിയുള്ള ഡിസ്കഷൻസ്, സെമിനാറുകൾ, കൊളോക്വിയംസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്തപ്പോഴെല്ലാം ഇവരുമായി ഒത്തിരിയേറെ സമ്പർക്കത്തിൽ ഏർപ്പെടുവാനും അവരോട് സംസാരിക്കുവാനുമുള്ള വലിയ ഒരു കൃപ എനിക്ക് ലഭിച്ചു. എല്ലാവരും തന്നെ ജർമ്മൻകാരും യുവാക്കളും. പക്ഷേ ഓരോ ഡിസ്കഷൻ്റെയും അവസാന നിമിഷങ്ങളിൽ ഞാനൊരു വൈദികനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുവാക്കളായ ഈ ചെറുപ്പക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്നെ ഒത്തിരിയേറെ വേദനിപ്പിച്ചൊരു ചോദ്യമായിരുന്നു അത്. അവർ ചോദിച്ചത് ഇതാണ്: വൈ ഡു യു വേസ്റ്റ് യുവർ ലൈഫ്? നീ എന്തിനു വേണ്ടിയാണ് നിന്റെ ഈ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്ന്. നീ ഒരു കത്തോലിക്ക വൈദികനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ, നീ എന്താണ് ഇത്ര പ്രത്യേകമായിട്ട് ചെയ്യുന്നത്? നീ പറയുന്നു നീ പ്രാർത്ഥിക്കുന്നുണ്ടേ എന്ന്. എന്നാൽ ഞാൻ പറയുന്നു, ഞങ്ങൾ പറയുന്നു, ഞങ്ങളും നീ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടേ എന്ന്. നീ ഒരുപക്ഷെ പറയുമായിരിക്കും നീ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നുണ്ടേ എന്ന്. എന്നാൽ ഞങ്ങൾ പറയുന്നു നീ ചെയ്യുന്നതിലുപരിയായി ദാനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന്. നീ ഒരുപക്ഷെ പറയുമായിരിക്കും വിവാഹം കഴിക്കാതെ നീ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഈശോ നിന്നെ കൂടുതൽ സ്നേഹിക്കുമെന്ന്. എന്നാൽ വിവാഹം കഴിച്ച് കുടുംബത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുസരിച്ച് മനസ്സിലാക്കി അത് അനുഭവിച്ച് ജീവിക്കുന്ന ഞങ്ങളിലേക്കാണ് ഈശോയുടെ സ്നേഹം കൂടുതൽ കിട്ടുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന്. പിന്നെ എന്തിനു വേണ്ടിയാണ് നീ നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്ന്? പ്രിയമുള്ളവരെ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് ലഭിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് വൈദിക വൃത്തി. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഡോക്ടറാകാൻ 4, 5, 6 വർഷം മതി. ഒരു എഞ്ചിനീയർ ആകാൻ 4, 5 വർഷം മതി. ഒരു നേഴ്സാകാൻ 4, 5 വർഷം മതി. എന്നാൽ ഒരു വൈദികനാകാൻ 12 വർഷത്തെ ട്രെയിനിങ് ലഭിക്കണം. ഈ 12 വർഷത്തെ ട്രെയിനിങ് ലഭിച്ചതിന് ശേഷം ഇന്ന് ഈ യുവാക്കൾ എന്നോട് ചോദിച്ചപ്പോൾ നീ വൈ ഡു യു വേസ്റ്റ് യുവർ ലൈഫ്, നീ എന്തിനു വേണ്ടിയാണ് നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ 12 വർഷം ട്രെയിനിങ് ലഭിച്ച് പുറത്തിറങ്ങി എനിക്ക്, അതിനുശേഷം 3 വർഷം വൈദികനായിരുന്ന അന്ന് എനിക്ക് അവർക്ക് കൊടുക്കുവാൻ പറ്റിയൊരു ഉത്തരം എൻ്റെ കയ്യിലില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു സമയമായിരുന്നു അത്. ഞാൻ എന്തിനു വേണ്ടി വൈദികനായി, ഞാൻ ആർക്കു വേണ്ടി ഈ ജീവിതം നയിക്കുന്നു? കുടുംബവും ഭാര്യയും മക്കളും സഹോദരങ്ങളും അമ്മയും അപ്പനും ഒന്നുമില്ലാതെ സഭയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എവിടെയാണ്, എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ വൈ ഡു ഐ വേസ്റ്റ് മൈ ലൈഫ്? ഞാൻ എന്തിനു വേണ്ടിയാണ് എൻ്റെ ഈ ജീവിതം നശിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം എൻ്റെ ഉള്ളിലേക്ക് കയറി. 12 കൊല്ലത്തെ വൈദിക പരിശീലനത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എൻ്റെ വൈദിക ജീവിതത്തെ പറ്റിയോ ഞാൻ സ്വീകരിക്കാൻ പോകുന്ന അന്തസത്തയെ പറ്റിയോ യാതൊരു സംശയവുമില്ലായിരുന്നു എന്നിൽ. അന്നു മുതൽ ഒരു സംശയം ഉയർന്നു, നീ എന്തിനു വേണ്ടിയാണ് നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, പിന്നീട് എനിക്ക് പഠിക്കുവാൻ സാധിച്ചില്ല. ഓൾമോസ്റ്റ് 6 months, ഏതാണ്ട് 6 മാസത്തോളം ഒത്തിരിയേറെ വിഷമിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. അവസാനം ഞാൻ വന്നെത്തിയത് ഞങ്ങളുടെ തന്നെ സഭയുടെ പേട്രനായ വിശുദ്ധ ഫ്രാൻസിസ് സാലസിന് മുമ്പിലാണ്. ഇന്ന് ദ ഡോക്ടർ ഓഫ് ലവ് എന്ന് സഭ പ്രഖ്യാപിച്ചിരിക്കുന്ന വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സ്നേഹത്തിൻ്റെ മുഖമുദ്രയായി സഭയിലും സമൂഹത്തിലും ജീവിച്ച ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ അദ്ദേഹം എഴുതിയ ഏറ്റവും വലിയ ഒരു പുസ്തകമാണ് ദ ട്രീറ്റീസ് ഓൺ ദ ലവ് ഓഫ് ഗോഡ്. ദൈവസ്നേഹത്തെ പറ്റി വിശുദ്ധ ഫ്രാൻസിസ് സാലസ് രചിച്ചിരിക്കുന്ന വലിയ ഒരു പുസ്തകം. ആ പുസ്തകത്തിൻ്റെ 5ാമത്തെ ഭാഗത്തിൽ 1ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, എന്താണ് സ്നേഹമെന്ന്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇപ്രകാരം പറയുന്നു, ലവ് ഈസ് ദ ഫസ്റ്റ് ഫീലിംഗ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ at the awareness of good.
നന്മ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളുളവാകുന്ന ഒരു സമാധാനവും സന്തോഷവുമാണ് സ്നേഹമെന്ന്. നന്മ എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളുളവാകുന്ന ഒരു സമാധാനവും സന്തോഷവും സംതൃപ്തിയുമാണ് സ്നേഹമെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമ്മെ പഠിപ്പിക്കുന്നു. നന്മ ദൈവമാണ്. ആ ദൈവത്തെ മനസ്സിലാക്കുകയും അവനെ കാണുകയും അവനെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിന്നിലുളവാകുന്ന സമാധാനവും സംതൃപ്തിയും സന്തോഷവുമാണ് പ്രിയമുള്ളവരെ സ്നേഹമെന്ന് സ്നേഹത്തിൻ്റെ പിതാവായ വിശുദ്ധ ഫ്രാൻസിസ് സാലസ് ഇന്ന് നമ്മെ ഓരോരുത്തരെയും, എന്നെയും എൻ്റെ വൈദിക വൃത്തിയെയും എൻ്റെ വൈദിക ശൈലിയെയും പഠിപ്പിച്ചു. ആ പഠനത്തിൻ്റെ ഉത്തരമാണ് 23 വർഷമായിട്ട് വൈദികനായി ഇന്നും സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് തരുന്ന ധൈര്യം. ഒരു പക്ഷേ ഇന്ന് സമൂഹത്തിലുടനീളം നോക്കിയാൽ വൈദികർക്കും സന്യസ്തർക്കും ലഭിക്കുന്ന മറുപടികൾ എന്താണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. എന്നാൽ ഈ സമൂഹത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, എനിക്ക് ഒത്തിരി സമാധാനമുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, എനിക്കൊത്തിരി സംതൃപ്തിയുണ്ട്. കാരണം എന്നെ സ്നേഹിക്കുന്ന നന്മയാണ് എൻ്റെ ദൈവമെന്ന് ഒരു അവബോധം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിനു വേണ്ടിയാണ് ഇന്ന് നമ്മൾ ജ്വലിക്കേണ്ടത്. പ്രത്യേകമായി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും വേദനകളും വ്യസനങ്ങളും ഉണ്ടാകുമ്പോഴും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് രോഗശാന്തിക്ക് മാത്രമായി ഓടിപ്പോകാതെ ഭാഷാവരങ്ങളും വരദാനങ്ങളിലും മാത്രം ആശ്രയിക്കാതെ, എന്നാൽ എൻ്റെ കഷ്ടപ്പാടുകളിലും എൻ്റെ ബുദ്ധിമുട്ടുകളിലും എൻ്റെ ദൈവമറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന അവബോധത്തോടും സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി ഞാൻ പൂർണ്ണമായ അർപ്പണ ബോധത്തോടു കൂടി എൻ്റെ കർത്താവിന് മുമ്പിൽ കരങ്ങൾ കൂപ്പി മുട്ടുകുത്തി നിൽക്കുമ്പോൾ നിന്റെ ദൈവം നിന്നെ പരിപാലിച്ച് അവൻ്റെ ഉൾക്കൈകളിൽ കാത്തുകൊള്ളുമെന്ന വലിയ ഒരു അവബോധമാണ് സ്നേഹം. പ്രിയമുള്ളവരെ, സന്തോഷം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമല്ല, പിന്നെയോ നമ്മൾക്ക് ഉള്ളിലുണ്ടാകുന്ന ഒരു അവബോധമാണ് സ്നേഹം. ബാഹ്യമായ പ്രകടനങ്ങളെക്കാൾ ഉപരിയായിട്ട് ഇല്ലായ്മയിലൂടെ നിന്നെ നീയാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ഒരിക്കലും തീരാത്ത ആ വലിയ സ്നേഹം. ഈ സ്നേഹത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് നമ്മൾ കുരിശിൽ കാണുന്നത്. ഈ സ്നേഹത്തിൻ്റെ ഉൾക്കാഴ്ചയാണ് കുരിശില ഈശോയുടെ മരണം. എന്താണ് ഈ കുരിശിൻ്റെ അർത്ഥം? പേർഷ്യൻ സമൂഹത്തിൽ ഉയർന്ന വലിയൊരു സംഭവമാണ് ഈ കുരിശ് എന്ന് പറയുന്നത്. കുരിശ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിനും മനുഷ്യനും വേണ്ടാതെ വായുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നവനാണ് കുരിശിൽ തറയ്ക്കപ്പെട്ടവനെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ കൈവിട്ടു, ആകാശത്തിൽ നിനക്ക് യാതൊരു സ്ഥാനവുമില്ല, ഭൂമിയിൽ മനുഷ്യരുടെ ഇടയ്ക്ക് നിനക്ക് യാതൊരു അംഗീകാരവുമില്ല. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ഇടയ്ക്ക് കൈവിരിച്ച് കിടക്കുന്നവനാണ്, ആർക്കും വേണ്ടാതെ കിടക്കുന്നവനാണ് കുരിശിൽ കിടക്കുന്നവൻ. ആ കുരിശിൻ്റെ മഹത്വമാണ്, ഇല്ലായ്മയുടെ മഹത്വമാണ്. കർത്താവായി യേശു ക്രിസ്തു കുരിശിൽ തന്നെ തൂങ്ങിക്കൊണ്ട് സ്നേഹമെന്താണ് എന്ന് തൻ്റെ വ്യക്തിപരമായ വ്യഥയിലൂടെയും സഹനത്തിലൂടെയും താൻ അർപ്പിച്ച രക്തത്തിലൂടെയും നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെ മനോഹരമായൊരു സിനിമയുണ്ട്. ആ സിനിമ കാണുമ്പോഴോ എപ്പോഴും ഓരോ സമയത്ത് ഞാനത് 3 പ്രാവശ്യം കണ്ടു. ഓരോ പ്രാവശ്യവും ആ സിനിമ കണ്ടപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമുണ്ട്. എൻ്റെ കർത്താവേ, എന്തിനു വേണ്ടിയാണ് നീ എനിക്ക് വേണ്ടി മരിച്ചത് എന്ന്. ഈ സിനിമയുടെ പേര് ജീസസ് എന്നാണ്. ജീസസ് ഒരു 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വളരെ മനോഹരമായ ഒരു സൈക്കോ സ്പിരിച്വൽ ഫിലിം. ഈ സിനിമയുടെ ലാസ്റ്റ് എപ്പിസോഡ് ഗത്സമനി തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്ന ആ വലിയൊരു സംഭവം വിവരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന സ്ഥാപനത്തിന് ശേഷം ഈശോ നേരെ പോയത് ഗത്സമനി തോട്ടത്തിലേക്കാണ്. പൂർണ്ണമായ ഒരു അർപ്പണം കൂടി ബാഹികമായ മനുഷ്യന്റെ മുമ്പിൽ വെച്ച് നടത്തുവാൻ വേണ്ടി. ഒരു പക്ഷേ ഗാഗുൽത്തായെയും ഗത്സമനിയെയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈശോയുടെ ഏറ്റവും വലിയ ബലിയർപ്പണം ഗത്സമനിയിലായിരുന്നു.
ഞാനത് പറയുവാനൊരു കാരണമുണ്ട്. പ്രിയമുള്ളവരെ, സുവിശേഷകർ ഒന്നൊന്നായി പറയുന്ന ഒരു വലിയ സംഭവം ഇതാണ്. ഗെത്സമനി തോട്ടത്തിൽ വെച്ച് ഈശോ വിയർപ്പ് രക്തമാക്കി മാറ്റിയെന്ന്. അവൻ്റെ വേദനകൾ അതിന് അത്ര വലിയതായിരുന്നപ്പോൾ അവൻ്റെ വിയർപ്പ് കണങ്ങൾ രക്തമായി മാറിയെന്ന്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വിയർക്കുന്നത് രക്തമായി മാറുന്നത്? കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, തൻ്റെ മനസ്സിലുണ്ടായിരുന്ന വ്യഥകളും വേദനകളും കർത്താവിന് താങ്ങാവുന്നതിൽ കൂടുതലായിരുന്നു. പൂർണ്ണമായും മനുഷ്യനായി ഈശോയ്ക്ക് താങ്ങാവുന്നതിൽ ഒരു വലിയ വേദനയായിരുന്നു ഈശോ ഗെത്സമനി തോട്ടത്തിൽ അനുഭവിച്ചത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ തളർന്നിരിക്കുമ്പോഴാണ് പിശാച് ഏറ്റവും കൂടുതൽ നിങ്ങളെ പരീക്ഷിക്കുന്നത്. ഇത് മറക്കരുത്. നിങ്ങൾക്ക് കുരിശുകളുടെ എണ്ണങ്ങൾ കൂടുമ്പോഴാണ് പിശാച് ഏറ്റവും കൂടുതൽ നിങ്ങളെ പരീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള കെൽപ്പില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവൻ്റെ പരീക്ഷണങ്ങളുടെ ആധിക്യം വർദ്ധിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഇനി എതിര് പറയുകയില്ല എന്ന് മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടത്തിന് വഴങ്ങുമെന്ന് മനസ്സിലാക്കുമ്പോഴാണ് പിശാചിൻ്റെ പരീക്ഷണം ഏറ്റവും കൂടുതൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുന്നത്. അതുതന്നെയാണ് ഈശോയ്ക്ക് സംഭവിച്ചത്. അത് പല പ്രാവശ്യവും ഈശോയുടെ ജീവിതത്തിൽ സംഭവിച്ചു. നമുക്കറിയാം, 40 രാവും 40 പകലും ഈശോ മരുഭൂമിയിലായിരുന്ന സമയത്ത് ഭക്ഷണം പോലും കഴിക്കാതെ തൻ്റെ ദൈവത്തെ ആശ്രയിച്ച് മാത്രം ജീവിച്ച അവസരത്തിൽ അവൻ ഒത്തിരിയേറെ വിശന്ന് തളർന്നപ്പോഴാണ് പിശാച് അവൻ്റെ മുമ്പിൽ വന്നത്. അവനോട് പറഞ്ഞു, ഈ കല്ല് അപ്പമാക്കി മാറ്റിക്കൊള്ളേ, എന്തുകൊണ്ട് നിനക്കത് സാധിക്കുന്നില്ല എന്ന്, നീ ദൈവപുത്രനല്ലേ എന്ന്. പരീക്ഷണങ്ങൾ നിങ്ങൾ ക്ഷീണിതരായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ഇവിടെ ഈശോ തളർന്നിരിക്കുകയാണ്, ശാരീരികമായിട്ടല്ല. എന്നാൽ ശാരീരികമായിരുന്നതിനേക്കാൾ ഉപരിയായി മാനസികമായൊരു തളർച്ചയാണ് ഈശോ ഗെത്സമനി തോട്ടത്തിൽ അനുഭവിച്ചത്. എൻ്റെ പിതാവ് പോലും എന്നെ കൈവിട്ടോ എന്ന ഒരു പേടി മനുഷ്യനായ ഈശോയ്ക്ക് വളരെ ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവം. ഞാൻ വളരെ സ്നേഹിച്ച എൻ്റെ ശിഷ്യര്, എന്നോടൊപ്പം 3 വർഷം ജീവിച്ച് നടന്ന് ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയവര്, എൻ്റെ പാത്രത്തിൽ കൈയിട്ട് എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചവര്, അവർ താഴെ കിടന്ന് ഉറങ്ങുകയാണ്. ഇൻ ദ ബൈബിൾ സ്ലീപ്പിംഗ് മീൻസ് ഇൻഡിഫറൻസ്. നീ എന്തും ചെയ്തു, ഞാൻ അതിനെപ്പറ്റിയൊന്നും വറി ചെയ്യുന്നില്ല, എനിക്കതുകൊണ്ട് ഒരു വിഷമവുമില്ല എന്ന്. 1 മണിക്കൂറെങ്കിലും എന്നോടൊപ്പം പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് എഴുന്നേറ്റ് വന്ന ശിഷ്യന്മാരോട് അപേക്ഷിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചുപോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവിന് മനസ്സിലാക്കുവാൻ സാധിച്ചു, താൻ കേണപേക്ഷിച്ചിട്ട് പോലും എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ എൻ്റെ ശിഷ്യർ ഇപ്പോഴും ഉറങ്ങുകയാണ് എന്ന്. മനുഷ്യരായി ഇവരെ ആശ്രയിക്കുവാൻ ഇനി എനിക്ക് സാധിക്കുകയില്ല എന്ന്. പക്ഷേ മനസ്സിലൊരാദി, എൻ്റെ പിതാവും എന്നെ കൈവിട്ടോ എന്ന്. അതിൻ്റെ പ്രത്യുത്തരമാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും മാറ്റിത്തരണമേ എന്ന ആ പ്രാർത്ഥന. പ്രിയമുള്ളവരെ, വിഷമത്തിൻ്റെ ആധിക്യം എന്താണ് എന്ന് ഈശോ മനസ്സിലാക്കി അത്രയും നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ജീവിത സാഹചര്യത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഓരോ തരത്തിലും വ്യാഖ്യാനിക്കുമ്പോൾ, കർത്താവിനെ പോലെ ഞാൻ വിഷമിക്കുകയാണെന്ന് പറയുമ്പോഴും ഓർക്കുക, ഈശോ അനുഭവിച്ച വേദനയോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു വേദന നമ്മൾ ആരും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. ഈശോയുടെ സ്നേഹത്തിൻ്റെ ആധിക്യമാണ് ആ വേദനയെ വീണ്ടും ഒരു ഉയിർപ്പാക്കി മാറ്റിയെടുത്തത്. പിശാച് വന്ന് ഈശോയോട് പല കാര്യങ്ങളും അവിടെ വെച്ച് സംസാരിച്ചു. അവൻ പല വിധത്തിലും അവനെ പരീക്ഷിച്ചു. ഇതെല്ലാം വിട്ടെറിഞ്ഞിട്ട് നിനക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു. എങ്കിൽ പോലും പൂർണ്ണമായ ശക്തിയോടും വിശ്വാസത്തോടും കൂടി എഴുന്നേറ്റ് നിന്ന ഈശോ എല്ലാം സ്വന്തം പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചിട്ട് ഗാഗുൽത്തായിലേക്ക് തന്നെ വീണ്ടും നോക്കി. പ്രിയമുള്ളവരെ, ഈശോ ഗാഗുൽത്തായിൽ വെച്ച് നടത്തിയത് താൻ ഗെത്സമനിയിൽ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗികമായ പ്രകടനം മാത്രമായിരുന്നു. ശരിയായ സമർപ്പണം നടന്നത് ഗെത്സമനിയിലാണ്. സ്നേഹത്തിൻ്റെ അർത്ഥമെന്താണ് എന്ന് ഈശോ തീരുമാനിച്ചുറപ്പിച്ചത് ഗെത്സമനി തോട്ടത്തിൽ വെച്ചാണ്. ഇന്ന് ഈ ഗെത്സമനി തോട്ടം നിങ്ങളുടെ കുടുംബങ്ങളാണ്, നിങ്ങളുടെ സ്നേഹമില്ലായ്മയാണ്, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, മക്കൾ വരുത്തി വയ്ക്കുന്ന വിനകളാണ്, ജോലിയില്ലായ്മയോ പണമില്ലായ്മയോ ദാരിദ്ര്യവുമാണ്. അതുപോലെ തന്നെ
നിങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങളാണ്. ഗത്സമനി തോട്ടങ്ങളായി മാറുന്ന കുടുംബങ്ങളെ കാൽവരിയാക്കി ഉയർത്തിക്കൊണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നത് പോലെ കാൽവരി ഈസ് ദ മൗണ്ട് ഓഫ് ലവേഴ്സ്. സ്നേഹിക്കുന്നവരുടെ മലമുകളാണ് കാൽവരി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഗത്സമനിയിൽ നിന്നും കാൽവരിയിലേക്ക് നടക്കുവാനുള്ള വലിയൊരു വിളിയാണ് ഈശോയുടെ സ്നേഹം. പ്രിയമുള്ളവരെ, നമുക്കറിയാം, വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോഴും ഈശോയ്ക്കറിയാമായിരുന്നു സ്വന്തം ചുറ്റുമിരുന്നവരെ ഓരോരുത്തരും ഒറ്റിക്കൊടുക്കുമെന്നും പിന്തള്ളി പറയുമെന്നും അവരാരും തന്നെ സ്നേഹിക്കുന്നില്ല എന്നും. എങ്കിലും ഒരു സ്നേഹവും ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി, പിതാവേ, ഇത് നിനക്ക് വേണ്ടി എന്ന് പറയുവാൻ സാധിച്ച ഈശോയെ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കണം. സ്വന്തം ശരീരവും രക്തവും സ്നേഹമില്ലാതിരുന്ന ശിഷ്യന്മാർക്ക് കൊടുത്ത ഈശോ അവരെ വീണ്ടും സ്നേഹിക്കുവാൻ കെൽപ്പുള്ളവരാക്കി മാറ്റി. ഇന്ന് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക്, നിന്റെ പ്രാരാബ്ധങ്ങളിലേക്ക്, നിന്റെ ഇല്ലായ്മയിലേക്ക് സ്നേഹത്തിൻ്റെ ഈ രക്തത്തുള്ളി വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ഒഴുക്കി തരുമെന്ന് യാതൊരു സംശയമില്ലാതെ വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, ഭർത്താവിനോടും ഭാര്യയോടും മക്കളോടുമുള്ള വിരോധങ്ങൾ മാറ്റിവെക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. പ്രിയമുള്ളവരെ, സ്നേഹം മറ്റുള്ളവരുടെ കുറവുകളെ കാണുന്നില്ല, അതിന് അസൂയയില്ല, അത് അനീതിയുടെ പുറകെ പോകില്ല, അതിന് അഹങ്കാരത്തിന് യാതൊരു ഛായയുമില്ല. അത് സത്യം മാത്രം അന്വേഷിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഇന്ന് നമ്മോട് ലേഖനത്തിലൂടെ പറഞ്ഞു. സ്നേഹത്തിൻ്റെയും നീതിയുടെയും അസൂയയില്ലായ്മയുടെയും അഹങ്കാരമില്ലായ്മയുടെയും സന്തോഷത്തിൻ്റെയും പ്രകടനമായി ഒരു കാൽവരിയായി സ്നേഹം ഏറ്റവും വലിയ ബലിയായി തീർന്ന വിശുദ്ധ കുർബാനയായി നിങ്ങളുടെ കുടുംബങ്ങളെ മാറ്റൂ. അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും. രോഗശാന്തികൾ നമ്മൾ ഇരിക്കുന്നിടത്തുണ്ടാകും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ മഹിമ, കൃപ നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകും. ഭാഷാവരങ്ങളും വരദാനങ്ങളും ലഭിച്ചുവെന്ന് കരുതി ആത്മീയരായി എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കരുത്. ഭാഷാവരങ്ങൾ ഉള്ളവരും ആത്മീയ വരങ്ങൾ ലഭിച്ചവരും അത് ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഫലം പുറപ്പെടുകയുള്ളൂ. ഇന്ന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്ന ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുക, ദൈവകൃപ ഒഴുകുന്നത് ദൈവത്തിൻ്റെ ശക്തിയിലൂടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം ഇച്ഛയെ മാറ്റി നിർത്തുമ്പോഴാണ് സ്നേഹം അവിടെ പ്രവഹിക്കുന്നത്. ആ സ്നേഹത്തിലേക്ക് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഇന്ന് ഓരോരുത്തരെയും വിളിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ് നമുക്ക് നല്ലൊരു മാതൃകയായി തരികയാണ്. ഈശോയുടെ ഈ സ്നേഹത്തിലേക്ക് പ്രിയമുള്ളവരെ നമുക്ക് തിരിച്ചു വരാം. പ്രിയമുള്ളവരെ, ഈ സ്നേഹത്തിനു വേണ്ടി കരഞ്ഞപേക്ഷിക്കുക. ഈശോയെ, നിന്റെ സ്നേഹം മനസ്സിലാക്കുവാനുള്ള ശക്തി എനിക്ക് തരണമേ. സ്നേഹമാക്കി നീ എന്നെ മാറ്റണമേ. സ്നേഹമായി തീർന്നുകൊണ്ട് സ്നേഹം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബ ബന്ധങ്ങളിലും എൻ്റെ ആത്മീയ ബന്ധങ്ങളിലും എൻ്റെ സഭാ ജീവിതത്തിലും എൻ്റെ സാമൂഹിക സാഹചര്യങ്ങളിലും ഈശോയെ നിന്നെ പ്രഘോഷിച്ചുകൊണ്ട് ഏതൊരു എതിരും എനിക്കെതിരെ വരുമ്പോൾ, പിശാചിൻ്റെ തന്ത്രങ്ങൾ എൻ്റെ മേലുണ്ടാകുമ്പോൾ സ്നേഹമാകുന്ന കുരിശിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ഈശോയെ സ്നേഹമായി മാറി സ്നേഹമായ ഭാഷയായി തീർന്നുകൊണ്ട് വരദാനങ്ങൾ ചൊരിയുവാൻ വേണ്ടിയുള്ള കൃപയായി മാറിക്കൊണ്ട് എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സഭയിൽ, എൻ്റെ കുടുംബത്തിൽ നിൻ്റെ മകനായി നിൻ്റെ മകളായി നീ എന്നെ മാറ്റണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.